ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. ചിരിക്കണോ അതോ കരയണോ എന്നറിയാതെ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ നടപടിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഞാൻ കണ്ടത്. ഏതായാലും അത് നന്നായി. എന്നാൽ ഒരു കാര്യത്തിലെ വിഷമമുള്ളൂ. ചെമ്പേരിയിലെ ജോസേട്ടൻ സ്റ്റീഫൻ ജോർജിന്റെ ഗുണ്ടയായി അധപ്പതിച്ചത്. കേവലം ജോസേട്ടൻ ഒരു കവലച്ചട്ടമ്പിയുടെ നിലവാരത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതും പ്രത്യേകിച്ച് കണ്ണൂർക്കാരനാണെന്നും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാമോ ചെയ്യുമെന്നൊക്കെ ഒരു ഭീഷണിയും പറയാതെ പറഞ്ഞു വെച്ചോ എന്നൊരു സംശയം. പണ്ട് PC തോമസിന്റെ കൂടെ നടന്ന കണ്ണൂർ ചെമ്പേരിയിലുള്ള ഒരു നേതാവിനെ ഏറ്റുമാനൂർ കോണിക്കപ്പടി എന്ന ജംഗ്ഷനിൽ മാരുതി വാൻ തടഞ്ഞു നിർത്തി അതിൽ നിന്ന് പിടിച്ചിറക്കി കുനിച്ചു നിർത്തി മാണി കോൺഗ്രസിലെ ചില പിള്ളേർ കൂമ്പിനിടി കൊടുത്ത ഒരു കഥ കേട്ടിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ വെറുതെ വിടുകയും ചെയ്തു. ജോസ് കെ മാണിയുടെ ആദ്യ കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലത്തുള്ള കഥയാണ്. R ബാലകൃഷ്ണപിള്ള വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് അന്നൊക്കെ ഈ വീടുകളിൽ കറണ്ട് കണക്ഷൻ കിട്ടാൻ വലിയ പാടായിരുന്നു. എന്നാൽ മന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ ഒന്നും നോക്കത്തില്ല, എപ്പ കറണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അന്ന് വൈദ്യുതി മന്ത്രിയുടെ മലബാറിന്റെ ഹോൾസെയിൽ ഡീലറായി അറിയപ്പെട്ടിരുന്ന ചെമ്പേരിക്കാരൻ ഒരു നേതാവ് ഉണ്ടായിരുന്നുവെന്ന് കൊട്ടാരക്കരക്കാരനായ ഉള്ളവൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് വീട്ടുകാരോട് പുതിയ കണക്ഷനൊക്കെ മേടിച്ചു തരാമെന്നും പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് വാക്കുപാലിക്കാൻ പറ്റാതെ നാട്ടുകാരെല്ലാവരും കൂടി കണ്ടം വഴി ഓടിച്ച ഒരു നേതാവ്. ഒടുവിൽ ബാലകൃഷ്ണപിള്ള അയാളെ പടിയടച്ച് പിണ്ടം വെച്ചു. ഇത് വേറെ ആരും പറഞ്ഞതല്ല, സാക്ഷാൽ R ബാലകൃഷ്ണപിള്ള സാർ തന്നെ പറഞ്ഞതാ. പിന്നെ പറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല. ജോസേട്ടൻ അദ്ദേഹത്തിന്റെ വീടിന് അടുത്തെങ്ങാണമാണോ താമസിക്കുന്നത്? ഒരു സംശയം കൊണ്ട് ചോദിക്കുക, അറിഞ്ഞിരിക്കാമല്ലോ. ഒരുപക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരും. ആദ്യം തന്നെ ജോസേട്ടൻ പറഞ്ഞ ഒരു പ്രധാന തെറ്റ് ചൂണ്ടിക്കാണിക്കാം കേട്ടോ. മുഹമ്മദ് ഇക്ബാൽ എന്നയാളുമായി ഒരു തരത്തിലുള്ള അടുപ്പവും ഉള്ളവനില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് പോലുമില്ല. മാത്രമല്ല ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇതുപോലെയുള്ള മണ്ടന്മാരെയൊക്കെ ജോസ് കെ മാണി കൊണ്ടു നടക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസവും. ഇനി സ്റ്റീഫൻ ജോർജ് സീറ്റിന് വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടില്ലല്ലോ എന്നാണ് ജോസേട്ടൻ പറയുന്നത്. എൻ്റെ പൊന്നു ജോസേട്ടാ, രാജ്യത്തുള്ള മുഴുവൻ പാർട്ടിയിലും പോയിട്ട് തിരിച്ചു വന്നതുകൊണ്ടാണ് ജോസേട്ടൻ ഈ പാർട്ടിയിലെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത്. ദോഷം പറയരുതല്ലോ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ഒരു പാർട്ടിയും ഇല്ല ജോസേട്ടൻ പോകാത്തത്, അല്ലേ ജോസേട്ടാ? ആ ജോസേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഇയാൾ ഇരിക്കൂർ സീറ്റ് ഒഴിച്ച് മുഴുവൻ സീറ്റിലും കണ്ണുവച്ചിരുന്നതാണ്. എന്തിനേറെ പാലായിൽ പോലും മത്സരിക്കാൻ തയ്യാറായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ, പാർട്ടി പറഞ്ഞാൽ ഏത് സീറ്റിലും മത്സരിക്കണമല്ലോ. അപ്പൊ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? വേണം. പക്ഷെ എന്ത് ചെയ്യാൻ ജോസേട്ടാ, സീറ്റ് ജോസ് കെ മാണി കൊടുക്കാഞ്ഞതാണ്, അല്ലാതെ അദ്ദേഹം ചോദിക്കാഞ്ഞതല്ല കേട്ടോ. ഒടുവിൽ പേരാമ്പ്ര സീറ്റ് ചോദിച്ചു വാങ്ങാൻ ശ്രമിച്ചത് ഇക്ബാലിന് വേണ്ടിയല്ല, ഇയാളുടെ സ്വന്തം ആവശ്യത്തിനായിരുന്നു. അത് മനസ്സിലാക്കിയ ഇടതുമുന്നണി നേതൃത്വമാണ് ആ സീറ്റ് നൽകാതിരുന്നത് കേട്ടോ. കാരണം അവസാന കാലത്ത് മുന്നണി മാറ്റത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ഈ മാന്യദേഹമായിരുന്നുവെന്ന് ഇടതുമുന്നണി നേതാക്കൾക്ക് ഒരു സംശയം, പ്രത്യേകിച്ച് CPM നേതാക്കൾക്ക്. അക്കാര്യം ഇടതുമുന്നണിയിലെ മുഴുവൻ നേതാക്കൾക്കും അറിയാം. ചീത്തപ്പേര് മുഴുവൻ കിട്ടിയതോ ജോസ് കെ മാണിക്ക്. ഏറ്റുമാനൂർ സീറ്റ് ലക്ഷ്യം വെച്ച് തന്നെയാണ് അന്നും മുന്നണി മാറ്റത്തിന് ശ്രമിച്ചത്. ജ്ഞാനായ സമൂഹത്തിലെ വമ്പനാണെന്നുള്ള പ്രഖ്യാപനം അങ്ങ് മാറ്റിവെച്ച് കൂട്ടണം. ജ്ഞാനായ സമൂഹത്തിലെ വന്യരായ വൈദികർ തന്നെയാണ് ഇയാളെ 2021 കടുത്തുരുത്തിയിൽ തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയത്. ജോസേട്ടൻ അറിയാവോ അക്കാര്യം? 47,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മോൻസി ജയിച്ചത് എന്നാ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കൂടെ നിന്നപ്പോഴാ. കടുത്തുരുത്തിയിലെ രാഷ്ട്രീയമില്ലാത്ത സാധാരണക്കാരനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ തവണ, അതായത് 2021 മോൻസ് തോറ്റേനെ, ഒരു സംശയവും വേണ്ട. സ്റ്റീഫൻ ജോർജ് മിടുക്കനായിരുന്നുവെങ്കിൽ 2021 തെരഞ്ഞെടുപ്പിൽ PJ ജോസഫും മോൻസ് ജോസഫും അയോഗ്യരാവുകയും മത്സരിക്കുകയുമില്ലായിരുന്നു. അതറിയാമോ ജോസേട്ടന്?
ആ സംഭവം ഒന്നും അറിയത്തില്ല അല്ലേ? പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർ വേറെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതികളിലും ചെലവാക്കാനാണെന്ന് പറഞ്ഞ് വിദേശ മലയാളികളിൽ നിന്ന് പണം പിരിച്ചത് അതാരാണെന്നും കേസ് നടത്തിയ ചെലവ് വഹിച്ചത് ആരാണെന്നും ജോസേട്ടനൊന്ന് തിരക്കി പറയണേ. ചുമ്മാ ചുമ്മാ തിരക്കിയാൽ മതി, ഞാൻ കാത്തിരിക്കും അത് കേൾക്കാൻ. പറയണം. ഒരു ചെറിയ സംഭവം ജോസേട്ടന്റെ അറിവിലേക്ക് പറയാം. എൻ്റെ ഒരു സുഹൃത്തിനെ വിദേശ മലയാളികളായ 4 ജ്ഞാനായക്കാരുടെ അടുത്തേക്ക് കമ്പനി കൊടുക്കാൻ ചുമ്മാ സംസാരിച്ചിരിക്കാൻ സ്റ്റീഫൻ ജോർജ് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റീഫന് കുറച്ച് തിരക്കുണ്ടായിരുന്നതിനാൽ ആ സുഹൃത്തുക്കളോട് കുറച്ചു നേരം അവിടെ ഇരിക്കണമെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞ് സ്റ്റീഫൻ അങ്ങോട്ട് ഇറങ്ങി കാറിൽ കയറുമ്പോൾ ഈ 4 ജ്ഞാനായ മലയാളി സുഹൃത്തുക്കളും പറഞ്ഞത്, ഇവനുമായിട്ട് ഒരു ഇടപാടും ചെയ്യരുത്, ഇവനെ പോലെ ഒരു നാരി വേറെ ഇല്ലെന്നാണ് അവർ അവരുടെ അനുഭവം പറഞ്ഞതാ. മാണി ഗ്രൂപ്പിന്റെ തെരഞ്ഞെടുപ്പ് സ്രോതസ്സായിരുന്നു അവിടുത്തെ ജ്ഞാനായ സമൂഹം. പാലായിലെയും കടുത്തുരുത്തിയിലെയും ഒക്കെ ആ സമൂഹത്തെ മാണി ഗ്രൂപ്പിൽ നിന്ന് അകറ്റിയതിന്റെ മുഖ്യ കാര്യസ്ഥൻ ആരാണെന്ന് കൂടി ജോസേട്ടൻ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഇയാളോട് അടുത്ത് നിന്നാൽ മാത്രമേ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥ വരെ ഇയാൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കി. ഇയാൾക്ക് ദക്ഷിണ വയ്ക്കാത്ത ആരെയും പാർട്ടിയിൽ ഒരു സ്ഥാനത്തും ഇയാൾ നിയമിക്കുകയില്ലെന്നാണ് കേട്ടറിവ്. എൻ്റെ അനുഭവം അല്ല കേട്ടോ. പക്ഷെ അതിനൊരു സംഭവം ഞാൻ പറയാം. കൊല്ലം ജില്ലയിൽ, എൻ്റെ സ്വന്തം ജില്ലയിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന് ഇയാളാണ് വന്നത്. അവിടെ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പേര് എഴുതിയപ്പോൾ ഇയാൾക്ക് അത്ര പിടിക്കാത്ത ഒരാളുടെ പേര് വന്നു കേട്ടോ. ഇയാൾ ബോധപൂർവം അത് കേട്ടില്ലെന്ന രീതിയിൽ എഴുതിയില്ല. പിന്നീട് പലതവണ പരാതിയുമായി ചെയർമാനെ കണ്ടു. ആ പാവം ഇയാള് അതിലെല്ലാം പോലിട്ടു. ഇത് കൊല്ലം ജില്ലയിൽ നടന്ന സംഭവം കേട്ടോ. കാരണം ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ ആ സേട്ടൻ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ സംഭവമായത്. പിന്നെ ജോസേട്ടനും ഇയാളെ പോലെ ആയിരുന്നല്ലോ. ഒരു കാലത്ത് ബാലകൃഷ്ണപിള്ളയുടെ മലബാറിലെ മുഖ്യ കാര്യസ്ഥനായി നിന്നിരുന്ന ജോസേട്ടന് ഈ പാർട്ടിയെ പറ്റി ഇതുപോലെ വികാരം കൊള്ളാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളത് ചേട്ടാ? കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പാർട്ടിക്കാരും നിങ്ങളെ പാർട്ടിയിൽ എടുക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അക്കാര്യം വല്ലതും ജോസേട്ടൻ അറിയാമോ? 2019-20 കാലത്തെ പാർട്ടി പിളർപ്പിലും ജോസേട്ടൻ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കഴിഞ്ഞ വർഷം പാർട്ടിക്ക് അധികാരമുണ്ടെന്ന് കണ്ട് പാലായിൽ ചെന്ന് ജോസ് കെ മാണിയെ കണ്ട് ചക്കരയ്ക്ക് എന്നെ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ചക്കരയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സ്നേഹിച്ച് കൂടെ കൂടിയതല്ലേ ജോസേട്ടാ? പാർട്ടിയിലെ ഇപ്പോഴത്തെ ഒരു കമ്മിറ്റിയിലും ഇല്ലാത്തയാൾ എങ്ങനെയാണ് ജോസ് കെ മാണി എല്ലാവരോടും അഭിപ്രായം ചോദിക്കുന്നത് കണ്ടത്? എങ്ങനെയാണത് അറിഞ്ഞത്? പിന്നെ നിങ്ങൾ കണ്ണൂരുകാരാണ്, എന്നെ അങ്ങോട്ട് കഴുത്ത് വെട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. യോ, ഒരു കോഴിയുടെ പോലും കഴുത്ത് വെട്ടിയിട്ടില്ലാത്ത ജോസേട്ടൻ കീലേരി അച്ചുവിനെ പോലെ പേനാക്കത്തിയും പിടിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഒന്നും ഒതുങ്ങുന്ന ആളല്ല. അതിന് വേറെ ആരെങ്കിലും കെട്ടിയിറക്കണം കേട്ടോ ജോസേട്ടാ. താങ്കൾക്ക് ഇപ്പോഴും കേരള കോൺഗ്രസിൽ 5 രൂപ മെമ്പർഷിപ്പ് പോലും ഇല്ലെന്നാണ് വിമർശകർ പറയുന്നത്. ഏതാ പാർട്ടിക്കാരെ? അങ്ങനെയുള്ള താങ്കൾ എങ്ങനെയാണ് ജോസ് കെ മാണി ഓരോരുത്തരോടും അഭിപ്രായം ചോദിക്കുന്നത് പാർട്ടി കമ്മിറ്റിയിൽ കണ്ടെന്ന് പറയുന്നത്? ആർക്കും വേണ്ടതായപ്പോൾ കേരള കോൺഗ്രസിന്റെ പരിയമ്പുറത്ത് കയറി കിടക്കാൻ ജോസേട്ടൻ ശ്രമിക്കുന്നത് നല്ലതാ. ഞങ്ങൾ ആരും അതിന് തടസ്സവും നിൽക്കുന്നില്ല. പക്ഷേ പാർട്ടിയുടെ നിർണായക നിമിഷത്തിൽ പാർട്ടിക്ക് വേണ്ടി മാത്രം നിന്നിട്ടുള്ള ഒരുപാട് പേരുടെ പാർട്ടിയാണ്. അവരുടെ വിഷമവും സങ്കടവും ഒക്കെ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് തുറന്നു പറയും, വാർത്തയാക്കും. പാർട്ടിക്ക് വേണ്ടി ലാഭേച്ഛ കൂടാതെ പണിയെടുത്തവരുടെ വികാരം അത് കാണാതെ പോകുന്നത് ശരിയല്ല. തെറ്റ് കണ്ടാൽ സ്റ്റീഫൻ ജോർജിനെ മാത്രമല്ല പാർട്ടി ചെയർമാനെയും വിമർശിക്കും. സ്ഥാനത്തിരിക്കുന്നവർ വിമർശനത്തിന് വിധേയര, അല്ലാതെ അതീതരല്ല. വിമർശനം കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ, തയ്യാറല്ലെങ്കിൽ വച്ചൊഞ്ഞിട്ട് പോണം. ഹേ, അങ്ങനെ പറയണം ജോസേട്ടാ. പിന്നെ എല്ലാ പാർട്ടിയിലും കയറി ഇറങ്ങി നടക്കുന്നവർ അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അനേകം പന്തികളിൽ പോയി ഭോജനം നടത്തി തിരികെ വീട്ടിൽ ഊണ് കഴിക്കാൻ വരുന്നവന് വിളമ്പുന്ന ഭക്ഷണത്തിന് വലിയ ടേസ്റ്റ് ഒന്നും കാണുകയില്ല. അത് പ്രകൃതി നിയമം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തൽ ശക്തിയായി നിലകൊള്ളും. അതിലൊന്നും വികാരസ്ഫോടനം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല ജോസേട്ടാ. സ്റ്റീഫൻ ജോർജിന് വേണ്ടി, സ്റ്റീഫൻ ജോർജിനാൽ സ്ഥാപിതമായ എന്നെ പൊങ്കാലയിടാൻ മാത്രമുള്ള ഈ ചാനൽ 2025 സെപ്റ്റംബർ മാസം 29-ാം തീയതിക്ക് ശേഷം ഒരു പുതിയ വാർത്ത കാണുന്നത് ഇന്നലെയാ. കൊള്ളാം ജോസേട്ടാ, കൊള്ളാം, ഭാവിയുണ്ട്.